ഇന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കരിയർ റോഡ് മാപ്പ് ഇല്ലെങ്കിൽ ലക്ഷ്യ കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന്. ഗൂഗിൾ മാപ്പ് ഇല്ലാതെ ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെയാണിത്. ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായ കരിയർ സ്വപ്നം ഉണ്ടായിരിക്കാം, പക്ഷേ പ്ലാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എന്നാൽ എങ്ങനെ, എപ്പോൾ, ഏത് എൻട്രൻസ് എഴുതണം, ഏത് കോളേജ്, ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഇതൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ കരിയർ ഗോളിലേക്ക് എത്തിച്ചേരും? ഒരു കരിയർ റോഡ് മാപ്പ് എന്നത് ഒരു കരിയർ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വ്യത്യസ്ത പ്ലാനുകളാണ്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നോക്കാം. കൃത്യമായിട്ടുള്ള ഒരു കരിയർ ഗോൾ, ആ ഗോളിൽ എത്തിച്ചേരാനുള്ള കൃത്യമായിട്ടുള്ള എൻട്രൻസ് ഏതെന്ന് തിരിച്ചറിയണം. അതിനായി എന്ത് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയണം. അതിന്റെ ടൈം ലൈനിനെ കുറിച്ച് അറിയണം. ഇതിനെല്ലാം വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് കഴിഞ്ഞാൽ തയ്യാറാക്കുന്ന വ്യക്തിഗത കരിയർ റോഡ് മാപ്പ് വിദ്യാർത്ഥിക്ക് കൃത്യമായ കരിയർ വ്യക്തത നൽകുന്നു. സ്വപ്നം മാത്രം പോരാ, അതിലേക്കുള്ള കൃത്യമായ വഴിയും അറിയണം. നാളത്തെ വീഡിയോയിൽ നമുക്ക് സൈക്കോമെട്രിക് റിപ്പോർട്ട് എങ്ങനെ വായിക്കാമെന്ന് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്